നമ്മുടെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം നമ്മുടെ ഇവിടുത്തെ മത്സ്യ വിപണിയെ വരെ ബാധിച്ചില്ല. നമ്മുടെ ഊണമേശയിൽ കയറി പിടിച്ചിരിക്കുകയാണ് യുദ്ധം. അതാണ് സത്യം. അതായത് നമ്മുടെ നാട്ടിലെ മത്സ്യത്തിന് പൊട്ടുന്നതിനെ വില കയറിയിരിക്കുകയാണ്. നമ്മളെ ഞെട്ടിക്കുന്ന വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു രക്ഷയില്ല. സാധാരണക്കാരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദുരിതമാണ്. മാത്രമല്ല പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ജോലിക്ക് പോകുന്ന ആളുടെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിഷ് കറി മീൽസ് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം സാധാരണ ഹോട്ടലിൽ പോലും 150 രൂപയാണുള്ളത്. ഈ ദിവസത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇനി ഇതിലും കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ല, കുത്തനെ വില കൂടിയിരിക്കുകയാണ്. കുത്തനെ വില കൂടിയിരിക്കുന്ന മത്തിയുടെ വില പോയിരിക്കുന്നത് 1 കിലോ നെയ്മത്തി ഇന്നത്തെ വിലയാണ്. ഇന്നത്തെ വില മുട്ടയുള്ള വലിയ മത്തി നെയ്മത്തിയുടെ വില 360 രൂപ തൊട്ട് 380 രൂപ വരെയാണ് ഒരു കിലോയ്ക്ക്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇപ്പൊ ട്രോളിംഗ് നിരോധനം അടുത്ത ആഴ്ച വരും. അതോടെ മത്തി മിക്കവാറും രാജാവാകും. 800 രൂപയിലേക്ക് മത്തിയുടെ വില മുന്നോട്ട് പോകും. ഇടയ്ക്ക് മത്തിയൊന്നും കിട്ടാനില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് എല്ലാം തിരികെ വന്നു എന്ന് കേട്ടിരുന്നു. എല്ലാം മത്തിയായാലും എല്ലാം പണ്ട് കാണാനില്ലായിരുന്ന എല്ലാം പെട്ടെന്ന് തിരിച്ചെത്തി എന്നുള്ള വാർത്തയും കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഇപ്പം നമ്മുടെ കേരള തീരത്ത് പിന്നെ മത്തിയുടെ ലഭ്യത കൂടി എന്ന് പറയുന്നതിന് പിന്നാലെയാണ് ഈ മത്തി ധാരാളമായി മാർക്കറ്റിലോട്ട് എത്തുമ്പോൾ തന്നെയാണ് ഇതിന് വില കൂടിയിരിക്കുന്നത്. മത്തിക്ക് മാത്രമല്ല, അയിലയ്ക്കും. അതായത് സാധാരണക്കാരന് ഉപയോഗിക്കുന്ന ചെറിയ തരം മീനുകളുണ്ട്. ആ മീനുകൾക്കെല്ലാം വൻ വിലയാണ്. വൻ വില നമ്മളിന്നിപ്പം ഞാനിന്ന് ഇതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ് ഇന്നത്തെ വില ഒന്ന് എടുത്തിരുന്നു. ഈ എടുത്ത് വന്നപ്പോഴാണ് ഇപ്പം നമ്മുടെ ഈ മീനിൻ്റെയൊക്കെ പേര് തിരുവനന്തപുരത്ത് കിട്ടുന്ന മീനിൻ്റെ പേരാണ് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പടം കണ്ടെങ്കിൽ മാത്രമേ ഇത് എന്ത് മീനാണെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നത് അറിയത്തുള്ളൂ. അതുപോലെ കൊല്ലം ജില്ല വേറൊരു പേരാണ്, പത്തനംതിട്ടയും കോട്ടയത്തും ഒക്കെ വേറെ പേരാണ്. നമ്മൾ നെയ്മീൻ എന്ന് പറയുന്നതിന് മലബാറിലും അയക്കൂറാന്ന് പറയും. അപ്പൊ ഇത് ഇപ്പം വേളപ്പാര എന്ന് പറയുന്ന ഒരു മീനുണ്ട്. ഈ വേളപ്പാരയ്ക്ക് സോഫ്റ്റ് ആണ്, നല്ല സ്വാദുള്ള മീനാണ്. ഈ വേളപ്പാരയ്ക്ക് 650 രൂപയാണ് ഇന്നത്തെ വില. നെയ്മീൻ കഴിഞ്ഞ സാറിന് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ഈ വേളപ്പാര. അതിന്റെ വില കണ്ടോ, സൂപ്പർ സ്റ്റാർ ആണ്. 650 രൂപ കിലോയ്ക്ക്. ഒരു കിലോയ്ക്ക് എത്ര എണ്ണം കാണും? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീൻമേശയിൽ ഒരു കുടുംബത്തിന് ഒരു ദിവസം 650 രൂപയുടെ വേളപ്പാര വാങ്ങി വെക്കുന്നു എന്ന് വിചാരിക്കുക. മീൻ ഇല്ലാതെ ജീവിക്കാത്ത പറ്റാത്ത ചില ആൾക്കാരുണ്ട്. കടൽ മത്സ്യമാണെങ്കിൽ എന്ത് മത്സ്യം, എന്തെങ്കിലും മീൻ കൂട്ടാനില്ലാതെ ഒരുപാട് ആളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 650 രൂപ മീനിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഇതാണ്. ഇത് ഇത്രയും മതി മാറ്റി വയ്ക്കാൻ പറ്റും. അതുപോലെ ഈ നവര എന്ന് പറയുന്നത് നമ്മുടെ അവിടെയൊക്കെ പറയുന്നത് കിളിമീൻ എന്നാണ്. കിളിമീൻ, ചെമ്പല്ലി. അതെ, നവര അത് വലിയ ടൈപ്പാണ്. ഈ നവരയ്ക്കൊക്കെ കഴിഞ്ഞ മാസം വരെ എനിക്ക് തോന്നുന്നുണ്ട് 300-350 രൂപയ്ക്ക് താഴെയായിരുന്നു. അതിനിപ്പോൾ 500 രൂപ കിലോയ്ക്ക് 500 രൂപയാണ്. അപ്പോൾ ഇത് ഇച്ചിരി വലിപ്പമുള്ള നവരയാണെങ്കിൽ ഒരു 4 നവര എടുത്ത് കഴിയുമ്പോൾ 1 കിലോ ആവും. ഈ 4 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതാണ് 1 കിലോ മീനിൻ്റെ വിലയാണ് 500. ഇത് മുമ്പേ പറഞ്ഞ ആ ഒരു കാൽക്കുലേഷൻ തന്നെ നമ്മൾ എടുത്തു നോക്കുക. എന്നാൽ ഒന്നട വിട്ട് മീൻ മേടിക്കാമെന്ന് ചോദിച്ചു. 15 ദിവസം 500 രൂപ വെച്ച് എത്ര രൂപയായി? നമ്മുടെ ഒരു മാസത്തെ മീൻ മേടിക്കുന്ന കാശ് എത്ര രൂപയായി? അതുപോലെ കണ്ണൻ കൊഴിയാള, ഞങ്ങളുടെ അവിടെയൊക്കെ ഈ അയിലക്കിരിയാൻ എന്നൊക്കെ പറയും. കണ്ണൻ കൊഴിയാള. ഈ കണ്ണൻ കൊഴിയാളയ്ക്കൊക്കെ സാധാരണ ഒരു 200 രൂപയ്ക്കകത്ത് നിൽക്കുന്ന സാധനമാണ്. ഇതിനൊക്കെ 450 രൂപയാണ് ഒരു കിലോയ്ക്ക് ഇന്നത്തെ വില. തിരുവനന്തപുരത്തെ വിലയാണ് ഞാൻ പറയുന്നത്. ഇത് എനിക്കൊന്ന് വിഴിഞ്ഞം പോർട്ടൊക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ വില. ഇത് അതുപോലെ തന്നെ ഞാൻ പത്തനംതിട്ട ജില്ലയിലൊക്കെ കോട്ടയത്തൊക്കെ കിട്ടുന്ന നമ്മുടെ ഈ കൊല്ലം നീണ്ടകര ഹാർബറിൽ നിന്നുള്ള വാടി നീണ്ടകര എന്നൊക്കെയുള്ള മീനാണ്. അപ്പോൾ അവിടുന്ന് ഈ ട്രാൻസ്പോർട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് ഈ മീനിന് വില കൂടും. ഇതിലൊക്കെ കൂടും. ഈ 450 എന്നുള്ളതൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതിലും കൂടാൻ സാധ്യതയുണ്ട്. അത് പിന്നെ ഉള്ളത് ഈ നത്തോലി ചെറിയ മീനല്ല എന്നാണ് പൊതുവെ നമ്മൾ പറയാറ്. നെത്തോലിയുടെ വിലയുണ്ട്. നെത്തോലി സൂപ്പർ സ്റ്റാർ ആയി. ഇപ്പം നെത്തോലിക്ക് ഇപ്പോൾ 1 കിലോ നെത്തോലിക്ക് 260 രൂപയാണ്. 100 രൂപയ്ക്ക് ഭാരി നമുക്ക് സാധനമായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചൂടയെന്ന് പറയും, ചൂടമീൻ എന്ന് പറയും നെത്തോലി. ഈ നെത്തോലിയുടെ വില, നെത്തോലി ഒരു 100 രൂപയിൽ നിന്ന് വന്ന് കിടക്കുന്ന 260 രൂപ. അതുപോലെ ഈ കൊഞ്ച്, വെളുത്ത കൊഞ്ചുകൊണ്ട് ചുമന്ന കൊഞ്ച്. വെള്ള കൊഞ്ചിൻ്റെ ഇന്നത്തെ വില 500 രൂപയാണ്. 500 രൂപ. അപ്പം അത് 1 കിലോ മേടിച്ച് നമ്മൾ പൊളിച്ച് വരുമ്പോൾ എന്നാ ഉണ്ട് അതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ പോലും ഒരു 100-150 ഗ്രാം. നമ്മളെല്ലാവരെയും സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റ് തകടം പറയും. അത് എല്ലാത്തിനും വില കൂടുതലാണ്. പെട്രോളിനും ഡീസലിനും വില കൂടിയിരിക്കുന്നു, പച്ചക്കറിയും പഴത്തിനും വില കൂടിയിരിക്കുന്നു, ഹോട്ടലിൽ കയറി കഴിക്കാൻ പോയാൽ വില കൂടിയിട്ടുണ്ട്. ഇനിയുണ്ട് ചൂര എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മീനാണ് ചൂര. ചൂരയുടെ വില കണ്ടോ, 650 രൂപ കിലോയ്ക്ക്. നേരത്തെ നമ്മളൊക്കെ 2 ചൂര എടുക്കുമ്പോൾ 200 രൂപ 250 രൂപയൊക്കെ ഉള്ളൂ. ഇപ്പം അതേലെ ചൂരയുടെ വിലയാണ് 650 രൂപ. എന്താ സംഭവിച്ചിരിക്കുന്നത്?
പ്രധാനമായും എനിക്ക് തോന്നിയിട്ടുള്ള ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഡീസലിന് എല്ലാത്തിനും വില കൂടി. അതെ. ഈ കടലിൽ നമുക്കറിയാം മീൻ പിടിക്കാൻ പോകണം, മീൻപിടുത്ത മത്സ്യബന്ധന ബോട്ടുകളൊക്കെ തന്നെ ഉൾക്കടലിൽ 2-3 ദിവസം കണക്കാക്കിയാണ് അവരങ്ങ് പോകുന്നത്. അതെ. അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കാൻ എന്തോത്തരം ഡീസൽ അവർ കയ്യിൽ കരുതിയിരിക്കും. അപ്പോൾ ഈ ഡീസലിന് ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോൾ സ്വാഭാവികം അവർ പിടിച്ചുകൊണ്ടിരുന്ന മീനും അത്രയും വില അവർ വാങ്ങും. നമ്മുടെ ഡീസലിന് 10 രൂപയോളം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഉപയോഗിക്കുന്ന ഡീസലിൻ്റെ അളവിൽ അവരുടെ ചെലവ് വർദ്ധിച്ചു. അത് തന്നെയാണ് പ്രധാന കാരണം. ഒന്നാമത് കടലിൽ പോകുന്ന ബോട്ടുകൾക്ക് കരുതുന്ന ഡീസലിൻ്റെ വില കൂടി. അതിനൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിച്ചു, ചെലവ് വർദ്ധിച്ചു. ഈ ഡീസൽ വാഹനങ്ങളിലാണ് ഇത് കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് മത്സ്യം കൊണ്ടുവരാൻ മംഗലാപുരം ഭാഗത്തുനിന്ന് ബാംഗ്ലൂർ, കർണാടക മീൻ കൊണ്ടുവരുന്നുണ്ട് ഈ തിരുവനന്തപുരം. നമുക്ക് തന്നെ വളരെ ഇവിടെ നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന മാർക്കറ്റുകളിലേക്ക് എല്ലാം വന്ന് കിടക്കുന്ന വണ്ടികളൊക്കെ ആണ്. ഇതെല്ലാം കർണാടക രജിസ്ട്രേഷനുള്ള. അത്ര ദൂരം കടലിലല്ല കൊണ്ടുവരുന്നത്, കരമാർഗം കൊണ്ടുവരുന്നുണ്ട് മംഗലപുരം പോലെ സ്ഥലങ്ങളിൽ. ഇപ്പോൾ തിരുവനന്തപുരത്ത് കടലുണ്ട്, ഇവിടെ വിഴിഞ്ഞത്ത് നമുക്ക് എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അതുകൊണ്ട് ഇത്രയും ദൂരം നിന്ന് മീൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന മീനും ഇതിനകത്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എല്ലാത്തിനും വില കൂടി. ഇപ്പം നമ്മളിപ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വർദ്ധിച്ചു. ഈ ഇന്ധന വില കൂടിയപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജും വർദ്ധിച്ചു. ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വർദ്ധിച്ചിട്ട് അതിൻ്റെ ഭാരം കൂടി നമ്മൾ ഉപഭോക്താക്കൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്ന നിപ്പിൽ ഒരു സാധാരണ മത്തിയൊക്കെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ചെന്ന് കയറുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കൂടും. ട്രോളിംഗ് നിരോധനം അടുത്ത ആഴ്ച വരാൻ തുടങ്ങും. 14-ാം തീയതി തൊട്ടാൻ തോന്നുന്നു. പറയാൻ വേണ്ട. അതോടുകൂടി നമ്മുടെ മീനെന്ന് പറയുന്ന സംഭവം കിട്ടാക്കനിയാവും. മാത്രമല്ല, നമ്മുടെ ഈ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലൊക്കെ നമുക്ക് കായൽ മീനും പുഴ മീനും കമ്പാരിറ്റീവ്ലി കുറവാണ്. തിരുവനന്തപുരത്ത് കായൽ നഗരത്തിൽ കുറച്ച് ദൂരെ പോകണമെങ്കിൽ പോലും ഇവിടെ അങ്ങനെ കായൽ മീൻ അധികം മാർക്കറ്റ് വരാറുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റു ചില പല ജില്ലകൾ, ഇപ്പോൾ കൊല്ലം പോലെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കടലിൽ ട്രോളിംഗ് നിരോധനം, ആലപ്പുഴയും കോട്ടയത്തും ഒക്കെ കായലുണ്ട്, പുഴ മീനൊക്കെ കിട്ടും പലയിടത്തും. പക്ഷെ നമുക്കിവിടെ അതുമില്ല. പിന്നെ വളർത്തുന്ന മീനുണ്ട്, വളർത്തുമീൻ, വിളമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളർത്തുന്ന മീനുണ്ട്. ഈ വളർത്തുന്ന മീനും വിലക്കുറവാണ്. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സീസൺ അല്ല ഇപ്പോൾ. ഈ വളർത്തുന്ന മീനിൻ്റെ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കാണ് ഇതിനെ ഈ കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ചിക്കന് വില കൂടി. ചിക്കന് നിൽക്കുന്നതിൽ വില കൂടി, നല്ലപോലെ വില കൂടി. ചിക്കന് വില കൂടി, ഈ പറയുന്ന മീനിന് വില കൂടി. അതോടുകൂടി നമ്മുടെ ഭക്ഷണത്തിന് ഹോട്ടലുകളിലെല്ലാം അസാധ്യ വിലയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഊണിന് സാധാരണ തിരുവനന്തപുരത്തെ ഹോട്ടലുകൾ പലയിടത്തും സാധാരണ ഹോട്ടലുകളിൽ ഫിഷ് കറി മീൽസിന് 130 രൂപ 150 രൂപയ്ക്ക് വരും. 20 ഒറ്റയടി കൂട്ടി. ഇനിയും കൂട്ടാനുള്ള സാധ്യത. ഈ പറഞ്ഞ പോലെ മീനിൻ്റെ വില കൂടുകയാണെങ്കിൽ അവർ വീണ്ടും കൂട്ടും. നമ്മൾ ഈ വിവാദങ്ങൾക്ക് പുറകെ നടക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം ചില കാര്യങ്ങളാരും കാണും. നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ നേതാക്കന്മാരോ ഭരണാധികാരികളോ ആരും ശ്രദ്ധിക്കാറുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നവർക്ക് സർക്കാർ ചെലവിൽ മീനും പച്ചക്കറിയും എല്ലാം വാങ്ങാൻ പറ്റും. അതുകൊണ്ട് അവരൊക്കെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ നമ്മളും ഇതിനൊക്കെ അനുഭവസ്ഥരായി. രാവിലെ നമ്മൾ മീനിൻ്റെ വില വെച്ചാൽ മീൻ ഈ മുടിഞ്ഞ വിലയാന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളും TV വെച്ചാൽ ഉടൻ കാണുന്നത് ശ്രീറാം വെങ്കട്ടരാമനെ ഇറക്കി വിട്ടോ, വി.ഡി. സതീശൻ തവളപത്രം കോപ്പി അടിച്ചോ, അത് നേരത്തെ ചോർന്നോ, ഇതൊക്കെയാണ്. ഇതുകൊണ്ട് നമ്മുടെ വയറ്റിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇത് അറിയേണ്ടത് എന്താണ്? അതാരും ചിന്തിക്കുന്നില്ല. അതാരും ചിന്തിക്കുന്നില്ല. നമ്മുടെ ജനങ്ങളും ചിന്തിക്കുന്നില്ല, നമ്മുടെ ഭരണാധികാരികളും ചിന്തിക്കുന്നില്ല, നമ്മുടെ ജനപ്രതിനിധികളും ചിന്തിക്കുന്നില്ല. ഈ വിലക്കയറ്റത്തെക്കുറിച്ച് ആരെങ്കിലും പറയാറുണ്ട് നേതാക്കന്മാർ? ആരും ഒന്നും പറയാറില്ല. ഈ വിലക്കയറ്റം ചോദിക്കുകയാണെങ്കിൽ അവർ ആഗോള പ്രതിഭാസമാണെന്ന് പറയും. അത്രയുള്ളൂ. എല്ലാവരും പണ്ടും അങ്ങനെയാണ്. എല്ലാ ഭരണാധികാരികളും പറയുന്നത് ആഗോള പ്രതിഭാസമാണെന്നാണ്. അല്ല, ഈ കൂടിയ വിലയ്ക്കും നമ്മൾ ഇതെല്ലാം വാങ്ങാൻ നിർബന്ധിതരാണ്. വേറെ വഴിയില്ലല്ലോ. ഇപ്പോൾ പാലിന് വില കൂടുന്നു, പാലിന് വില കൂടി, ഗ്യാസിന് വില കൂടി, ഇതെല്ലാം കൂടി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ട്രംപ് കാരണം നമ്മുടെ അടുക്കള സ്തംഭിച്ചു എന്ന് പറയാം. സത്യം അല്ലേ? ട്രംപ് ഒരൊറ്റ ഒരുത്തനാണ് ഈ പ്രശ്നത്തിന് അത്രയും കാരണക്കാരനായി മാറിയത്. അതായത് അവിടെ ഇറാനിൽ നടക്കുന്ന യുദ്ധം വന്നു ഒരിക്കുന്ന അറബിക്കടലിലാണ്. അറബിക്കടലിൽ മീൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മുടെ മേശയിലെത്തുമ്പോൾ മീനിനെല്ലാം തീ വിലയാണ്. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ യുദ്ധം. വേറെ എവിടെയെങ്കിലും ഇത് നടക്കുമ്പോൾ നമ്മളെ ബാധിക്കില്ല എന്ന് നമ്മളെപ്പോഴും കരുതും. ഇന്ത്യയിലല്ലോ എന്ന് പറയുന്നത്. അതൊക്കെ തന്നെ അല്പം കഴിയുമ്പോൾ നമ്മളെ കഴുത്തിനാണ് പിടിക്കുന്നത് എന്നുള്ളത് പരമമായി ബാധിച്ചല്ലോ. ഈ യുദ്ധം നമ്മളെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയോ പേർക്കാണ് ഇത് ഗൾഫിൽ ഒക്കെ ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവരൊക്കെ ഭയത്തിലാണ് പലരും. കാരണം ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാ മേഖലകളെയും യുദ്ധം ബാധിച്ചു എന്നുള്ളതിനൊപ്പം തന്നെയാണ് നമ്മുടെ തീന്മേശയെ, നമ്മുടെ മലയാളികൾ പൊതുവെ വലിയ ശതമാനം പേര് നോൺ വെജ് കഴിക്കുന്നവർ, ഉച്ചയ്ക്ക് മീൻ കറിയും കൂട്ടി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെ തലക്കടിച്ച പരിപാടിയായി പോയി ഇപ്പോഴത്തെ ഈ ഒരു വിലക്കയറ്റം എന്ന് തന്നെ പറയേണ്ടി വരും.